നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ടോ? ഞാൻ പേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തവണ ഈ പേടി ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ പേടിച്ചിരിക്കുന്നത് സ്റ്റേജിൽ കയറുമ്പോഴാണ്. കാരണം നമ്മളിപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ഇപ്പം നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മൾ സ്റ്റേജിൽ കയറി എന്നിട്ട് ചെയ്യുമ്പോൾ തൊട്ട് പിന്നിലോ അല്ലെങ്കിൽ തൊട്ട് മുമ്പിൽ വന്ന ട്രൂപ്പ് നമ്മുടെ നമ്പറുകൾ തന്നെ കയറി കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് അതിന് തൊട്ട് മുമ്പ് തന്നെ നിങ്ങളുടെ ഐറ്റം മോഷ്ടിച്ച് അവർ ചെയ്യുന്നു. പക്ഷെ അവര് പറയണ അവരെ ഐറ്റമാണ് നിങ്ങൾ മോഷ്ടിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഏതോ ബുദ്ധിയുള്ള ഒരാൾ പറഞ്ഞത് മിമിക്രി കലയും പോക്കറ്റടി ഒരുപോലെയാണെന്ന്. കാരണം ഇതിന് യഥാർത്ഥ ഉടമസ്ഥരാരാണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ തന്നെ ഒരുപോലെയാണെന്ന് ആരോ ഒരാൾ ഏതോ ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. സുരാജ് ജീവിതത്തിൽ എപ്പോഴും പേടിച്ചേക്കണ? ഞാൻ ഒരു മലയാളത്തിലെ ഒരു പ്രശസ്ത നടി മേക്കപ്പ് ഇല്ലാതെ കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. വേറെടുത്ത് പറയില്ല, സത്യം. ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോ ഇതൊന്നും ഇങ്ങനെ അപ്പൊ പറഞ്ഞു, ചേട്ടാ ഞാനാ നായിക. ഓ സോറി. മലയാളത്തിലെ ഒരു പ്രശസ്ത നടി മേക്കപ്പ് ഇല്ലാതെ വന്നപ്പോ ഞാൻ പേടിച്ചു. ക്ലൂ എന്തെങ്കിലും തരാമോ? ഡ്യൂപ്ലിക്കേറ്റ് അതൊന്നും പറയരുത്, അവര് തല്ലിക്കൊല്ലും. അതൊക്കെ നല്ല നായികമാര്. അല്ല, കാരണം ഒരു നടിയെന്നേ പറഞ്ഞോളൂ. കാരണം ഈ അത്ഭുത ദ്വീപ് എന്ന് പറഞ്ഞ സിനിമയിൽ പോലും പക്രൂന്റെ നായികയാണെന്ന് പറഞ്ഞപ്പോ മലയാളത്തിലെ നായികമാരും വന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു. വന്നില്ല? അയ്യോ സോറി, ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മാറിയ നായികമാർ. അല്ല, എന്റെ നായികയായിട്ട് പിന്നെ അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആരായിരുന്നു നായിക ഡ്യൂപ്ലിക്കേറ്റിൽ ഇപ്പോൾ ഉള്ള 2 പാവപ്പെട്ട ഒരു കൊച്ചു പിള്ളേരാണ്. അപ്പൊ അതിനു മുമ്പ് പല നായികമാരെയും അഭിനയിക്കാൻ വിളിക്കുമ്പോ പിന്നെ ഷഫീർ സേട്ടും ഞാനും പറയാം, അല്ല ഇന്ന നായിക ഒന്ന് വിളിച്ചു നോക്കും എന്ന് പറയാം. അപ്പൊ ആള് വിളിക്കും, ഹലോ പിന്നെ ഇങ്ങനെ ഒരു പടമുണ്ട്, ഷഫീറെ നല്ലതാണ്, വെറുതേക്കും ഇങ്ങനെ പടങ്ങൾ ചെയ്യണം, നല്ലല്ല. അപ്പൊ അതില് നല്ലൊരു നായിക പ്രാധാന്യമുള്ളൊരു പടമാണ്. നല്ലത്. മോൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഫ്രീ ആണ്. പിന്നെ സുരാജ് ഉണ്ടല്ലോ, നമ്മുടെ കോമഡി, അവൻ നായകനാവണ ഒരു പടമുണ്ട്, നല്ലതാ. ഇപ്പൊ സലീംകുമാർ നായനായി, മറ്റൊരു നായനായി, ഇവര് നായകനായിട്ട് ആ ചെറുക്കനൊക്കെ വല്ലപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അതിലെ നായികയായിട്ട് മോളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നീ വച്ചിട്ട് പോടാ അങ്ങോട്ട്, എന്തെങ്കിലും കളിയാക്കി തമാശ അല്ലാട്ടാ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് ഇത്. പിന്നെ അതില് മോക്കങ്ങനെ ഇടൻ ഞാൻ നേരത്തെ പറഞ്ഞത് അത് തമിഴ് തീർന്നില്ല. തമിഴ് കഴിഞ്ഞിട്ട് തെലുങ്ക് കഴിഞ്ഞിട്ട് കന്നഡ, പിന്നെ അതും കഴിഞ്ഞിട്ട് വീട്ടില്. അങ്ങനെ കുറെ പറഞ്ഞ് ഇട്ട് ഒരുപാട് എല്ലാവരും നായികമാര് ഇതെല്ലാം പറഞ്ഞു. പക്ഷെ ഈ അത്ഭുത ദ്വീപിന് ശേഷം എന്റെ അടുത്ത് വളരെ ചില ആളുകളൊക്കെ നല്ല കാണാൻ ഭംഗിയുള്ള കുട്ടികളൊക്കെ അതൊരു കാര്യം എന്നോട് വന്ന് പറഞ്ഞു, ചേട്ടന്റെ കൂടെ നായികയായിട്ട് അഭിനയിക്കാൻ 12 വർഷത്തിലോ 24 വർഷത്തിലോ ഒരിക്കൽ സംഭവിക്കുന്ന സംഭവമാണ്. മറ്റേ ഭൂമിയിലൊക്കെ അതുകൊണ്ട് അവരൊക്കെ അതിലൊരു വിഷയമല്ല. ഈ ഡ്യൂപ്ലിക്കേറ്റിന്റെ പ്രൊഡ്യൂസർ ആരാ? ഡ്യൂപ്ലിക്കേറ്റിന്റെ അമേരിക്കയിലുള്ളൊരു ധൈര്യമുള്ള ആളാണ് എന്തായാലും. ധൈര്യമായിട്ട് പറഞ്ഞ ചോദ്യത്തിന്റെ മറുപടി ഞാൻ ആലോചിച്ചെടുത്തതാണ്. മുയൽ എന്ന് പറയുന്നത് 2-3 മാസങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ടമാനം പ്രസവിക്കും. പക്ഷെ സിംഹം ഒരു പ്രാവശ്യമേ പ്രസവിക്കാറുള്ളൂ. മതിയല്ലോ, അതുകൊണ്ട് അവര് ഓർത്തിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ 10-26 വർഷം പോലെ അല്ല, നമ്മളൊക്കെ ഡെയിലി നായകനായിട്ട് ചെയ്യുന്നതായിരിക്കും അവരുടെ വിചാരം. ഇപ്പൊ ഒന്ന് ഇറങ്ങി ക്ലിക്കായില്ലേ ഈ പടത്തിന്റെ, നമ്മളെ ഡ്യൂപ്ലിക്കേറ്റിന്റെ പടത്തിന്റെ പൂജ കഴിഞ്ഞപ്പോ പ്രൊഡ്യൂസർ എന്റെ ചോദിക്കുകയാണ് പൂജയ്ക്ക് മുമ്പ്, സുരാജ് ഈ സിനിമ എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് എനിക്ക് നിന്നാ ഞാൻ രക്ഷപ്പെടുവളയാ. എന്താ പറയാണ്, ഡ്യൂപ്ലിക്കേറ്റ് നിന്ന് വെച്ച് നായകനായിട്ട് ഞാൻ രക്ഷപ്പെടും. ഞാൻ വിളിച്ചു പറഞ്ഞു, നീ രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടോ, ഇനി ഇത് എടുത്തിട്ട് രക്ഷപ്പെടാതിരിക്കരുത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, വളരെ ഗംഭീരമായിട്ട്. വേറൊരു കാര്യം അറിയാം, ഇപ്പൊ സുരാജ് സ്വന്തം കീശയെന്ന് കാശെടുത്ത് പ്രൊഡ്യൂസ് ചെയ്ത സീരിയലിൽ സുരാജ് നായകനായില്ല, അതിൽ എന്നെ നായകനാക്കി. അപ്പൊ എന്തോരുണ്ട് സ്വന്തം കോൺഫിഡൻസ്? അല്ല, അതിന്റെ കാരണം വേറൊന്നും ഉണ്ടല്ലോ, ഒരുപാട് പൈസ ആൾക്കാരെ പറ്റിച്ച് മേടിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇതുകൊണ്ട് കളയാനല്ല, നമ്മള് നമ്മുടെ ഫീൽഡിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസ അതിൽ തന്നെ ചെലവാക്കുന്ന ഒരു സംതൃപ്തി ഉണ്ട്. അല്ല, അത് ഭയങ്കര സംതൃപ്തിയാണ്, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കുഴപ്പമില്ല, നമ്മളിത് കൊണ്ടുപോയിട്ട് ഇപ്പൊ കെട്ടണം കെട്ടുകയോ അല്ലെ വാങ്ങിച്ചിടുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമുക്ക് അതൊക്കെ നിങ്ങൾ ചെയ്യണം. ഇതെല്ലാം ഞാൻ ചോദിക്കുന്നതല്ലേ, എന്തിന് സീരിയൽ പ്രൊഡ്യൂസ് ചെയ്ത് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്നെ നായകനാക്കി കൂടെ? അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ 2 പേര് കാശ് ഉണ്ടാക്കുന്നുണ്ട്, എന്തുകൊണ്ട് എന്നെ നായകനാക്കി എടുത്തുകൂടാ? അല്ല, അപ്പൊ ഞാൻ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ്,
അപ്പൊ നീ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നീ എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ഓണത്തിന് അല്ല, ഇതുകൊണ്ടാണ് ഞാൻ ജാടയിട്ട് ഇവിടെ ഇരുന്നത്. എനിക്കറിയാം. കാരണം സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ഇതിലാണ്. നമ്മുടെ കൂടെ ഒരുമിച്ച് പായലും ഒരുമിച്ച് ചോറും ഒക്കെ ഉണ്ട് നടന്ന ഒരുപാട് സുഹൃത്തുക്കൾ സിനിമയിലുണ്ട്. പക്ഷെ അവരൊക്കെ നമ്മളൊന്ന് വിളിക്കുമ്പോൾ പോലും ഒന്ന് സംസാരിക്കാൻ പോലും ഉണ്ടാവില്ല. അതാണ് സിനിമ. സോറി, നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് ജാട തന്നെ ഇത് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്കത് ഓണത്തിന് ഏതെങ്കിലും ഓണത്തിന് അല്ല, ഞാൻ ഒരുപാട് കയറി പറഞ്ഞാണ്, ക്ഷമിക്കണം. ഇത് നമ്മൾ മിമിക്രിയിൽ പറഞ്ഞ ഒരു സംഭവമാണ്. അതുകൊണ്ട് സിനിമയിൽ അണ്ണാ സോറി, ഞാൻ കാല് ഞാൻ പിടിക്കാം. പറയട്ടെ, നമ്മളിപ്പോൾ 3 പേരും ആയതുകൊണ്ട് ഇത് ക്ഷമിക്കും. പക്ഷെ വേറെ കാര്യം, ഇവിടെ ഈ ലൊക്കേഷനിലൊക്കെ ഒരുപാട് ആൾക്കാർ ഉണ്ട്. ഒരിക്കൽ കൂടി പറയുന്നു, ബിഗ് ഫാദർ. ഞാൻ ഹീറോ, നിങ്ങൾ കോമഡിയൻ. അത് മനസ്സിലാക്കിക്കോണം.